ഇന്നത്തെ തിരുവചന സന്ദേശത്തിലേക്ക് ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. നിങ്ങൾ എല്ലാവരും ശുഭമായും ഇരിക്കുന്നു എന്ന് കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ ഈ സന്ദേശം കേൾക്കാൻ നിങ്ങൾ കാണിച്ച നല്ല മനസ്സിന് പ്രത്യേകം നന്ദി പറയുകയാണ്. നിങ്ങൾ ഞങ്ങളോടൊപ്പം ചിലവഴിക്കുന്ന ഈ നിമിഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ നിമിഷങ്ങളായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അല്പസമയം നമുക്ക് ഒരുമിച്ച് തിരുവചന സന്ദേശം കേൾക്കാം. എങ്ങനെയാണ് സത്യത്തെ നമുക്ക് കണ്ടെത്താൻ കഴിയുക എന്നതിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്. യെശയ്യാവിൻ്റെ പുസ്തകം 28-ാം അധ്യായം 9-ാം വാക്യം ആണ് വായിക്കുന്നത്. സത്യത്തെ നമ്മൾ കണ്ടെത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ കർത്താവിൻ്റെ ഇഷ്ടത്തിന് നിങ്ങളുടെ ജീവിതം സമർപ്പിച്ചു എന്നുറപ്പാക്കുക. ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് അനുയോജ്യമായതെല്ലാം ഉപേക്ഷിക്കാൻ തീരുമാനിക്കുക. ഇനിയും സത്യത്തെ നമ്മൾ യഥാർത്ഥമായി കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ ദൈവേഷ്ടം എന്താണ്, നമ്മളെക്കുറിച്ച് ദൈവം എന്താണോ ഇഷ്ടപ്പെടുന്നത് അത് അംഗീകരിക്കാനുള്ള മനസ്സോടെ ദൈവത്തെ കാണുക, ദൈവത്തെ അന്വേഷിക്കുക. ദൈവം എന്നെക്കുറിച്ച് എന്താണോ ഇഷ്ടപ്പെടുന്നത് അത് ഞാൻ അനുസരിക്കാൻ തയ്യാറാണ് എന്ന് മുന്നമേ തീരുമാനിക്കുക. 2, ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് അനുസരിച്ചല്ലാത്തതെല്ലാം ഉപേക്ഷിക്കാൻ മനസ്സുള്ളവരായി തീരുക. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചില തെറ്റായ ശീലങ്ങളെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ടാവാം. ചില മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അത്തരം ശീലങ്ങളും സ്വഭാവങ്ങളും ആശ്രയിച്ചാണ് അവർ ജീവിക്കുന്നത്. ഇതിനെ ഒരുപക്ഷെ നമുക്ക് ആസക്തി എന്ന് പേര് പറയാം. മൊബൈൽ കാണാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല, മദ്യപിക്കാതെ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല, എനിക്ക് ആ ചിത്രങ്ങൾ കാണാതെ ജീവിക്കാൻ പറ്റില്ല, എനിക്ക് ആ ശീലം മാറ്റാൻ പറ്റുന്നില്ല, അത് മാറ്റിയാൽ പിന്നെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. ഇങ്ങനെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെയുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് എതിരാണ് എന്ന് മനസ്സിലാക്കിയാൽ, കാരണം ദൈവം നമുക്ക് വെളിപ്പെട്ട് വന്നു കഴിഞ്ഞു. കാരണം സത്യത്തെ അന്വേഷിച്ചു, പൂർണ്ണഹൃദയത്തോടെ ദൈവത്തെ അന്വേഷിച്ചു. ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് എതിരായിട്ടുള്ളതെല്ലാം ഉപേക്ഷിക്കാൻ നമുക്ക് മനസ്സുണ്ടാകണം. എങ്കിൽ മാത്രമേ ദൈവത്തെ അറിയുന്നതിൻ്റെ നന്മ നമ്മുടെ ജീവിതത്തിലുണ്ടാകൂ. ഇല്ലെങ്കിൽ നമ്മൾ ഇരുട്ടിൽ തുടരും. നമുക്ക് യാതൊരു സന്തോഷമോ സമാധാനമോ മാറ്റമോ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകത്തില്ല. അതുകൊണ്ടാണ് യെശയ്യാ പ്രവചനം പറയുന്നത്, ആർക്കാണ് ഇവൻ പരിജ്ഞാനം ഉപദേശിപ്പാൻ പോകുന്നത്? ഇവിടെ അല്പം അവിടെ അല്പം എന്ന് പറയുന്നു. ഇവിടെ അല്പം അവിടെ അല്പം എന്ന് പറയുന്നു. ഒരു പക്ഷേ വേദപുസ്തക യാഥാർത്ഥ്യങ്ങൾ നമ്മൾ കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ ശരിക്കും വേദപുസ്തകത്തിൽ സത്യത്തിനെ അവതരിപ്പിക്കുന്നത് പല ഭാഗങ്ങളിലാണ്. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള പുസ്തകത്തിൽ പരസ്പരം പൂരകമാക്കുന്ന വിധത്തിൽ, പരസ്പരം അംഗീകരിക്കുന്ന തരത്തിൽ, പരസ്പരം വിരുദ്ധമാകാതെ വചനത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഇതിനെ ദൈവം വെച്ചിട്ടുണ്ട്. അപ്പം അതിനെ നമ്മൾ കണ്ടെത്തണം. ഒരു വശത്തു നിന്ന് കാണുന്ന കാര്യങ്ങൾ മറുവശവുമായി യോജിക്കുന്ന തരത്തിൽ അതിനെ നമ്മൾ കണ്ടെത്തുമ്പോൾ മാത്രമേ നമുക്ക് യഥാർത്ഥത്തിൽ വേദപുസ്തകത്തെ നമുക്ക് അന്വേഷിച്ചറിയാനായിട്ട് കണ്ടെത്തുകയുള്ളൂ. 1 കൊരിന്ത്യർ 1-ാം അധ്യായം 13-ാം വാക്യത്തിൽ പറയുന്നത്, ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഇവയിൽ നിലനിൽക്കുന്നതോ വലിയത് സ്നേഹം തന്നെ എന്നാണ്. അപ്പോൾ ദൈവത്തിൻ്റെ സത്യത്തെ മനസ്സിലാക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ വിശ്വാസത്തെയും സത്യത്തെയും ഒക്കെ കാണും. എന്നാൽ അതിൽ സ്നേഹമാണ് ഏറ്റവും വലുത്.
ദൈവത്തെ അറിയുമ്പോൾ നമ്മൾ സ്നേഹം അറിയുന്നവരാകും. നമ്മൾ ദൈവത്തെ സ്നേഹിക്കാനും മറ്റുള്ളവരെ സ്നേഹിക്കാനും മനസ്സുള്ള മനുഷ്യരായിത്തീരും. ഇന്ന് നമുക്ക് സ്നേഹിക്കാൻ വലിയ പ്രയാസമാണ്. നമുക്ക് ഇഷ്ടമില്ലാത്തവരെ സ്നേഹിക്കാൻ നമുക്ക് വലിയ പ്രയാസമാണ്, അല്ലേ? അല്ലെങ്കിൽ നമ്മളോട് ദേഷ്യപ്പെടുന്നവരോട് നമുക്ക് ഇഷ്ടക്കേടാണ്. നമ്മളെ തിരുത്തുന്നവരോട് നമുക്ക് ഇഷ്ടക്കേടാണ്. അതുകൊണ്ടാണ് പറയുന്നത്, മനഃപൂർവ്വം സ്നേഹിക്കണം, മനസ്സില്ലെങ്കിലും സ്നേഹിക്കണം. കാരണം ദൈവം സ്നേഹമാകുന്നു. കാരണം ലോകത്ത് മനുഷ്യൻ്റെ എല്ലാ വികാരങ്ങളിലും മനുഷ്യ സ്നേഹമാണ് ഏറ്റവും നന്മയുള്ളത്. ഈ സ്നേഹം ദൈവത്തിൽ നിന്നാണ് വരുന്നത്. ദൈവസ്നേഹത്തിൽ നമ്മൾ നിറയുമ്പോൾ, ദൈവസ്നേഹത്തെ നമ്മൾ അനുഭവിക്കുമ്പോൾ, നമ്മൾ മറ്റു മനുഷ്യരെയും സ്നേഹിക്കുന്നവരായിത്തീരും. ദൈവത്തോടുള്ള സ്നേഹം നമ്മുടെ ജീവിതത്തിൽ നിറയുമ്പോൾ ദൈവത്തിനേക്കാൾ പ്രാധാന്യമുള്ള ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകത്തില്ല. അങ്ങനെ വരുമ്പോൾ, ദൈവത്തിനേക്കാളും സ്നേഹിക്കുന്ന ഒന്നില്ലാതെ വരുമ്പോൾ, മദ്യമോ മയക്കുമരുന്നോ നമ്മൾ ഇഷ്ടപ്പെടുന്ന സ്വഭാവങ്ങളോ ശീലങ്ങളോ ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഇമ്പോർട്ടൻ്റ് അല്ലാതായി മാറും. കാരണം യഥാർത്ഥമായ സ്നേഹമുണ്ട്. മനുഷ്യന് ഇന്ന് ഏറ്റവും നഷ്ടപ്പെടുന്നത് സ്നേഹമാണ്. ആരും എന്നെ സ്നേഹിക്കാനില്ല, ആരും എന്നെ കരുതാനില്ല, എന്നെ ആർക്കും ആവശ്യമില്ല, ഞാൻ ജീവിച്ചിട്ടൊരർത്ഥവുമില്ല, എൻ്റെ ജീവിതം കൊണ്ടൊരു നന്മയുമില്ല എന്നാണ് മനുഷ്യർ ചിന്തിക്കുന്നത്. ഈ ചിന്ത മനുഷ്യ മനസ്സുകളെ ബാധിച്ചിട്ട് അവരെല്ലാം പലപ്പോഴും വിഷാദത്തിന് പോലും അടിമയാകുന്നവരാണ്. അപ്പോഴാണ് കർത്താവ് പറയുന്നത്, ഞാൻ സ്നേഹമായി നിനക്ക് വെളിപ്പെട്ടു വരും. അപ്പോൾ എൻ്റെ സ്നേഹം നിന്നിൽ നിറയുമ്പോൾ, എൻ്റെ സ്നേഹം നീ മനസ്സിലാക്കുമ്പോൾ, നിൻ്റെ ജീവിതത്തിലെ മറ്റ് കാര്യങ്ങളുടെ പ്രയോറിറ്റി നിശ്ചയിക്കപ്പെടും. അങ്ങനെ നിശ്ചയിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ദൈവത്തിനേക്കാൾ പ്രാധാന്യമുള്ളതൊന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകില്ല. അപ്പോൾ ദൈവത്തിൽ നമ്മൾ സന്തോഷിക്കാൻ ഇടയായിത്തീരും. അപ്പോൾ സമാധാനം കണ്ടെത്താൻ കഴിയും, ആശ്വാസം കണ്ടെത്താൻ കഴിയും. നമ്മുടെ ജീവിതത്തിൽ നാം നേരിടുന്ന പ്രശ്നങ്ങൾക്ക് ശരിയായ ഉത്തരം കിട്ടും. ശരിയായ വഴിയിലൂടെ നമ്മൾ നയിക്കപ്പെടും. അതുകൊണ്ടാണ് നമ്മൾ പൂർണ്ണ മനസ്സോടെ കർത്താവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ജീവിക്കാം എന്ന് തീരുമാനത്തോടു കൂടി, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായാൽ ഞാൻ അതിനെ ഒഴിവാക്കാം എന്നുള്ള നിശ്ചയത്തോടു കൂടി നമ്മൾ സത്യത്തെ അന്വേഷിക്കണം എന്ന് പറയുന്നതിൻ്റെ കാരണം അതാണ്. ഇല്ലെങ്കിൽ സത്യത്തെ നമുക്ക് സ്നേഹിക്കാനാവില്ല, സത്യത്തെ നമുക്ക് മനസ്സിലാക്കാൻ ആവില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി പരിശുദ്ധാത്മാവിൻ്റെ മാർഗനിർദ്ദേശത്തിന് വേണ്ടി നിരന്തരമായി പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവ് നമ്മളെ നിയന്ത്രിക്കാനായി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേ വേണം സത്യത്തെ അന്വേഷിക്കുവാനായിട്ട്. 2 പത്രോസിൻ്റെ സുവിശേഷം പുസ്തകം 1-ാം അധ്യായം 21-ാം വാക്യം, പ്രവചനം ഒരിക്കലും മനുഷ്യൻ്റെ ഇഷ്ടത്താൽ വന്നതല്ല, അത് ദൈവ കൽപ്പനയാൽ മനുഷ്യർ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ചിട്ട് സംസാരിച്ചതത്രേ എന്ന് പറയുകയാണ്. പ്രവചനം ഒരിക്കലും മനുഷ്യൻ്റെ ഇഷ്ടത്താൽ വന്നതല്ല, ദൈവകൽപ്പനയാൽ മനുഷ്യർ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ചിട്ട് സംസാരിച്ചതത്രേ എന്നാണ് പറയുന്നത്. സത്യം നിങ്ങൾക്ക് വെളിപ്പെടുത്തുന്ന സമയത്ത് അത് ദൈവവചനമാണ് എന്ന് അംഗീകരിച്ചുകൊണ്ട് നമ്മൾ അതിനെ സ്വീകരിക്കുക. വേദപുസ്തകത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അത് ഒരു കെട്ടുകഥയാണ് എന്ന് ആണ് ആളുകൾ പറഞ്ഞ് കേട്ടിട്ടുള്ളത്. ഇതൊരു ഒരു പഴയ കാലത്തുള്ള ചില കഥകളാണ്, ഐതിഹ്യമാണ് എന്ന തരത്തിലാണ്. എന്നാൽ വേദപുസ്തകം എന്ന് പറയുന്നത് ഒരിക്കലും
മനുഷ്യൻ്റെ ഇഷ്ടത്താൽ വന്നതല്ല. അത് ദൈവത്താൽ പ്രേരിതരായ മനുഷ്യർക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുത്ത കാര്യങ്ങൾ അവർ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ദൈവത്തിന് എന്താണോ നമ്മളോട് പറയാനുള്ളത് അത് എഴുതി വച്ചിരിക്കുന്നതാണ് വേദപുസ്തകം. യഥാർത്ഥത്തിൽ ദൈവത്തോടുള്ള നമ്മുടെ ബന്ധം എന്ന് പറയുന്നത് ഒരു മനുഷ്യബന്ധം പോലെയുള്ള ബന്ധമാണ്. ഈ ബന്ധത്തിൽ 2 തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കണം. 2 വേ, 2 തരത്തിലും ആശയവിനിമയം നടക്കണം. അതായത് 2 വ്യക്തികൾ തമ്മിൽ യഥാർത്ഥമായ സ്നേഹബന്ധത്തിൽ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ പരസ്പരം സംസാരിക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കണം. അപ്പോൾ ദൈവത്തോടുള്ള ബന്ധത്തിലും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കണം. ദൈവത്തോടും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കണം. അപ്പോൾ ദൈവത്തോട് നമുക്ക് എങ്ങനെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ കഴിയുക? ഒരു പക്ഷേ നമ്മൾ കേട്ടിട്ടുള്ളത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അങ്ങോട്ട് പറയാറ് മാത്രമാണുള്ളത്. നമ്മുടെ ആവശ്യങ്ങളും ആവലാതികളും പരാതികളുമൊക്കെ നമ്മൾ അങ്ങോട്ട് പറയുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ദൈവം നമ്മളോട് ഇങ്ങോട്ട് എങ്ങനെയാണ് സംസാരിക്കുന്നത്? ദൈവം നമ്മളോട് ഇങ്ങോട്ട് സംസാരിക്കുന്നത് ദൈവത്തിൻ്റെ വചനത്തിൽ കൂടെയാണ്. തിരുവചനം നമ്മൾ പഠിക്കുമ്പോൾ ദൈവം നമ്മളോട് നേരിട്ട് സംസാരിക്കുന്നതായി നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് പറയുന്നത് ദൈവത്തിൻ്റെ വചനം മനുഷ്യരുടെ ഇഷ്ടത്തിനനുസരിച്ച് മനുഷ്യരുടെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് മനുഷ്യരുടെ ലിമിറ്റേഷനുള്ളിൽ നിന്നുകൊണ്ട് എഴുതിയതല്ല. അത് ദൈവത്തിൻ്റെ മനുഷ്യർക്ക് ദൈവനിയോഗം പ്രാപിച്ചിട്ട് പരിശുദ്ധാത്മാവിനാൽ പ്രേരിപ്പിച്ച് നമുക്ക് വേണ്ടി എഴുതി വച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ സന്ദേശമാണ്. പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ അങ്ങോട്ട് സംസാരിക്കുകയും വചനം വായിക്കുമ്പോൾ ദൈവം നമ്മളോട് ഇങ്ങോട്ട് സംസാരിക്കുകയും ചെയ്യും. അപ്പോഴാണ് 2 മനുഷ്യർ തമ്മിലുള്ള ബന്ധം പോലെ ഒരു നേർബന്ധം നമുക്ക് ദൈവവുമായിട്ടുണ്ടാകുക. ദൈവത്തോട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുക. നിങ്ങൾ നോക്കൂ, പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിതാവായ ദൈവം, പ്രപഞ്ചത്തിൻ്റെ പരിപാലകനായ ദൈവം, രാജാതി രാജാവും കർത്താതി കർത്താവുമായ ദൈവം നിങ്ങളോട് സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നു. അവൻ നിങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നു. അവന് നിങ്ങളോട് എന്തൊക്കെയോ പറയുവാനുണ്ട്. അതാണ് ഈ വേദപുസ്തകം എന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്ക് വേദപുസ്തകത്തോടല്ലാതെ വേറെ ആരോടാണ് കൂട്ടുകൂടാൻ തോന്നുക? വേറെ ആരോടാണ് നമുക്ക് സംസാരിക്കാൻ തോന്നുക? നമ്മൾ ദൈവത്തിൻ്റെ കൂടെ ഇരിക്കാൻ, ദൈവത്തിനൊപ്പം സമയം ചെലവഴിക്കാൻ ഇഷ്ടപ്പെടുന്ന മനുഷ്യരായി മാറും. അങ്ങനെയാണ് നമ്മൾ ദൈവത്തിൻ്റെ വചനത്തെ സമീപിക്കേണ്ടുന്നത്. വേദപുസ്തക സത്യം നിങ്ങൾക്ക് വെളിപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ വചനമാണ് എന്ന് നമ്മൾ അംഗീകരിക്കണം. യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായം 17-ാം വാക്യം നമ്മളോട് പറയുന്നത്, സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ, നിൻ്റെ വചനം സത്യമാകുന്നു എന്നാണ്. ദൈവത്തിൻ്റെ വചനം സത്യമാകുന്നു എന്നാണ്. സത്യമാണ് നമ്മളെ വിശുദ്ധീകരിക്കുന്നത്. സത്യം നമ്മളെ വിശുദ്ധീകരിക്കും, നമ്മളെ കുറവില്ലാത്തവരാക്കും, നമ്മളെ പാപത്തിൽ നിന്നും മാറ്റും, നമ്മുടെ തെറ്റിദ്ധാരണകൾ മാറ്റും, നമുക്ക് ജീവിതത്തോട് ശരിയായ കാഴ്ചപ്പാട് തരും. അങ്ങനെ നമ്മൾ സത്യത്തിനോട് സംസാരിക്കുമ്പോൾ അത് നമ്മളെ ശുദ്ധിയുള്ളവരാക്കി തീർക്കും, പരിശുദ്ധിയുള്ളവരാക്കി തീർക്കും, കുറവുകളില്ലാത്ത മനുഷ്യരാക്കി തീർക്കും, നമ്മളെ തികഞ്ഞ മനുഷ്യരാക്കി തീർക്കും. അപ്പോൾ നമുക്ക് ജീവിതത്തിൽ സന്തോഷവും സമാധാനവും അനുഭവിക്കാൻ പറ്റും. ശരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും അനുഭവിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തെ ഇത്തരത്തിൽ നമ്മൾ മനസ്സിലാക്കണം. സദൃശവാക്യം 14-ാം അധ്യായം 12-ാം വാക്യം പറയുന്നു, ചിലപ്പോൾ ഒരു വഴി മനുഷ്യന് ചൊവ്വായി തോന്നും, അതിൻ്റെ അവസാനമോ
മരണ വഴികൾ അത്രേ. ചിലപ്പോൾ ഒരു വഴി നമുക്ക് നല്ലതായിട്ട് തോന്നും, എന്നാൽ അതിൻ്റെ അവസാനമോ മരണ വഴികളത്രേ. നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ നമ്മൾ വിചാരിക്കും, ഇതാണ് ശരി, ഞാൻ മനസ്സിലാക്കി, ഞാൻ കണ്ടു, എനിക്ക് ബോധ്യപ്പെട്ടു, എൻ്റെ മനസ്സിൽ ഇങ്ങനെയാണ് തോന്നിപ്പിക്കുന്നത് എന്ന് വിചാരിച്ച് നമ്മൾ ഒരു തീരുമാനമെടുക്കും. പക്ഷെ ആ സമയത്ത് നമ്മുടെ മനസ്സിന് പൂർണ്ണ ബോധ്യമുണ്ടാകും, ഞാൻ ചെയ്യുന്നത് 100% ശരിയാണ്, ഞാൻ പറഞ്ഞത് 100% ശരിയാണ്, ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് വിചാരിച്ച് നമ്മൾ തെറ്റായ ഒരു വഴി തിരഞ്ഞെടുക്കും. ഈ തെറ്റായ വഴിയിലൂടെ കുറേ ദൂരം സഞ്ചരിച്ച് കഴിയുമ്പോഴാണ്, അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ഒടുവിലോ മറ്റേതെങ്കിലും ഒരു സന്ദർഭത്തിൽ നമ്മൾ അത് തെറ്റാണെന്ന് മനസ്സിലാക്കും. കാരണം അതിൻ്റെ വഴികളുടെ അവസാനം മരണവഴിയത്രേ. നമ്മളെ കുഴപ്പത്തിൽ കൊണ്ടുചെന്ന് ചാടിക്കുന്നതാണ്, നമ്മളെ പ്രശ്നത്തിലാക്കുന്നതാണ്, നമ്മളെ പ്രതിസന്ധിയിലാഴ്ത്തുന്നതാണ്. ഒരു പക്ഷേ അത്തരത്തിലുള്ള നമ്മുടെ തീരുമാനം നമ്മുടെ യുക്തിക്കനുസരിച്ച് ശരിയെന്ന് തോന്നിയ കാര്യങ്ങളെ പിന്തുടർന്നത് അവസാനം വലിയ മരണത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഒരു സ്വഭാവമായിരിക്കും. ഉദാഹരണത്തിന് പറയുവാണെങ്കിൽ, ഈ ചില കുട്ടികളുണ്ട്, ഇപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ, ഹൈസ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികളാണ്. അവർ വിചാരിക്കുന്നത് സിഗരറ്റ് വലിക്കുന്നത് ഒരു വലിയ ത്രില്ലാണ്. കുഴപ്പമൊന്നുമില്ല, എൻ്റെ അച്ഛനൊക്കെ എത്ര കാലമായിട്ട് വലിക്കണു, അവർക്ക് ഇതുവരെ കുഴപ്പമൊന്നും പറ്റിയിട്ടില്ലല്ലോ, പിന്നെന്താണ് എനിക്ക് കുഴപ്പം പറ്റുക? അല്ലെങ്കിൽ എത്രയോ പേര് ഇത് ചെയ്യുന്നു, ഇവർക്കെന്തും ഒന്നും സംഭവിക്കുന്നില്ലല്ലോ എന്നാണ് കുട്ടികളുടെ മനസ്സിൽ ചിന്തിക്കുക. അവരിതങ്ങ് തുടങ്ങും. പക്ഷേ കുറേ കഴിയുമ്പോൾ അകാലത്തിൽ രോഗവും മൃത്യുവും നമ്മളെ പിന്തുടരുമ്പോൾ മാത്രമേ ഇത് മരണത്തിൻ്റെ വഴിയായിരുന്നു എന്ന് നമുക്ക് തിരിച്ചറിയുള്ളൂ. അതുവരെ നമുക്കറിയാൻ കഴിയില്ല. അതുപോലെയാണ് ഓരോ ശീലങ്ങളും, ഓരോ സ്വഭാവങ്ങളും, ഓരോ ഇഷ്ടങ്ങളും നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മുടെ വഴികളിൽ നമുക്ക് ശരിയാണെന്ന് തോന്നുന്നതായിരിക്കും. അതുകൊണ്ട് നമ്മളിവിടെ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ, നമ്മൾ ജീവിതത്തിൽ തീരുമാനമെടുക്കുമ്പോൾ എല്ലാം ദൈവത്തിൻ്റെ ഇഷ്ടത്തിനാണോ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് യോജിക്കുന്നതാണോ, ഞാൻ ശരിയുടെ ഭാഗത്താണോ, ഇത് നന്മയിലേക്ക് എന്നെ കൊണ്ടെത്തിക്കുള്ളൂ എന്ന് ദൈവത്തോട് ചേർത്ത് വെച്ച് തിരുവചനത്തിനോട് അനുസരിച്ച് നമ്മൾ ചിന്തിക്കുകയും തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്താൽ നമ്മുടെ ജീവിതം യഥാർത്ഥത്തിൽ നന്മയുടെ വഴിയിലെത്തിത്തേരും. ഇല്ലെങ്കിൽ നമുക്കൊരിക്കലും നന്മയുടെ വഴിയിൽ എത്തിച്ചേരാൻ കഴിയുകയില്ല. ചിലപ്പോൾ ഒരു വഴി മനുഷ്യന് നന്നായി തോന്നും, എന്നാൽ അതിൻ്റെ അവസാനമോ മരണമത്രേ എന്ന് പറയുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 17-ാം വാക്യം പറയുന്നു, അവൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഇച്ഛിക്കുന്നവൻ ഈ ഉപദേശം ദൈവത്തിൽ നിന്നുള്ളത് എന്ന് സ്വയമായി പ്രസ്താവിക്കുന്നതോ എന്ന് അറിയും. അതായത് യഥാർത്ഥത്തിൽ തിരുവചനം മനുഷ്യൻ്റെ ഇഷ്ടത്താൽ വന്നതല്ല, ദൈവത്തിൻ്റെ ഇഷ്ടത്താൽ വന്നതാണ് എന്ന് സ്വയം ചോദിച്ച് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിൻ്റെ ഉത്തരത്തിന് വേണ്ടി കാത്തിരുന്ന് ദൈവത്താൽ പ്രേരിതമാണ്, ദൈവേച്ഛയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മാത്രമേ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തീരുമാനങ്ങൾ എടുക്കാവൂ എന്ന് തിരുവചനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയമുള്ള സ്നേഹിത, നിങ്ങളുടെ ജീവിതത്തിൻ്റെ തീരുമാനങ്ങൾ എന്തിനെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ എടുക്കുന്നത്? നമ്മൾ ഡേറ്റാബേസുകൾ നോക്കിയിട്ടാണോ? അല്ലെങ്കിൽ സാഹചര്യങ്ങളുടെ തെളിവുകൾ നോക്കിയിട്ടാണോ? അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് നയിക്കുന്ന പാതയിൽ മാത്രം നമ്മൾ തുടരുകയാണോ? എന്തായിരുന്നാലും ദൈവം നമ്മളോട് പറയുന്നത് ഇതാണ്: സത്യത്താൽ നീ അവരെ വിശുദ്ധമായിരിക്കണമേ. നിൻ്റെ വചനം സത്യമായതുകൊണ്ട് നിൻ്റെ വചനത്തിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി അതിനെ അംഗീകരിച്ച്
അതിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഞങ്ങൾ തെറ്റില്ലാത്ത, പാപികളല്ലാത്ത, യേശുവിൻ്റെ സ്വഭാവമുള്ള നല്ല മനുഷ്യരായി മാറുകയും ഞങ്ങൾ മരണത്തിൻ്റെ വഴിയിലൂടെ അല്ലാതെ ജീവൻ്റെ പാതയിലൂടെ നടന്ന് കർത്താവായ യേശുക്രിസ്തുവിനോടൊപ്പം നിത്യം ജീവിക്കത്തക്ക വിധത്തിൽ ഞങ്ങളുടെ ജീവിതത്തെ അങ്ങ് രൂപാന്തരപ്പെടുത്തണമേ. ഞങ്ങൾ കേൾക്കുന്ന കാര്യങ്ങളൊക്കെ വചനത്തിൽ നിന്ന് മനസ്സിലാകുന്ന കാര്യങ്ങൾ ദൈവത്തിൽ നിന്നുള്ളതാണോ എന്ന് ശരിയായി മനസ്സിലാക്കിക്കൊണ്ട് അതിനെ നെഞ്ചോട് ചേർത്ത് വെച്ച്, അതിനെ സത്യത്തോട് ചേർത്ത് വെച്ച്, അതിനെ ഹൃദയത്തിൽ എടുത്തു വെച്ച് നമുക്ക് ജീവിക്കാം. അപ്പോൾ നമ്മുടെ ജീവിതം നന്മയുള്ളതായിത്തീരും. അറിഞ്ഞോ അറിയാതെയോ പോലും നമ്മളൊരു ചതിയിൽ വീണു പോകില്ല, ഒരു തെറ്റിൽ വീണു പോകില്ല. ഒരു തെറ്റിലോ ചതിയിലോ വീണ് ജീവിതത്തിൻ്റെ സമയം നഷ്ടമായി പോകാതിരിക്കും. അതിന് നമുക്ക് ദൈവത്തെ സ്നേഹിക്കാം, അവൻ്റെ സത്യത്തെ അന്വേഷിക്കാം. അവൻ്റെ സത്യം നമ്മളെ വിശുദ്ധീകരിക്കും. നമ്മൾ ശരിയായ തീരുമാനങ്ങൾ എടുക്കുന്ന മനുഷ്യരായി മാറും. അപ്പോൾ നമ്മുടെ ജീവിതത്തിന് അർത്ഥമുണ്ടാകും, നമ്മുടെ ജീവിതത്തിന് നന്മയുണ്ടാകും, നമ്മുടെ ജീവിതത്തിന് സമാധാനമുണ്ടാകും. നമ്മളെ കാണുന്നവർ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് അയ്യോ എത്ര നല്ല ജീവിതമാണ്, എത്ര നല്ല കുടുംബമാണ്, എത്ര നല്ല മനുഷ്യരാണ് എന്ന് നമ്മളെക്കുറിച്ച് സാക്ഷ്യം പറയാൻ ഇടയായിത്തീരും. മാത്രമല്ല നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമുക്ക് തന്നെ സംതൃപ്തി ഉണ്ടാകും. ഇന്ന് പലപ്പോഴും മനുഷ്യർ സ്വയം സംതൃപ്തരല്ലാതെയാണ് ജീവിക്കുന്നത്. നമ്മൾ നയിക്കുന്ന ജീവിതത്തെക്കുറിച്ച് നമ്മൾ സംതൃപ്തിയുള്ളവരാകണം. അങ്ങനെ ആകുന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന് അർത്ഥമില്ല എന്ന് നമുക്ക് തോന്നും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ നമുക്ക് സ്വയം സമർപ്പിക്കാം. നമ്മുടെ തീരുമാനങ്ങൾ നിത്യജീവനിലേക്കുള്ള തീരുമാനങ്ങളായി മാറട്ടെ. പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച്, നിൻ്റെ വചനമനുസരിച്ച് കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഡിസിഷൻ മേക്കിംഗ് നടത്തി അങ്ങയോടൊപ്പം എന്നും ജീവിക്കാൻ ഞങ്ങൾ സ്വയം സമർപ്പിക്കുന്നു. അവിടുന്ന് ഞങ്ങളെ സ്വീകരിക്കണമേ. ആമേൻ, ആമേൻ. ഈ സന്ദേശം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് കൂടി പകർന്നു കൊടുക്കുക. കൂടുതൽ നല്ല സന്ദേശങ്ങൾ കേൾക്കുന്നതിന് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. ഒപ്പം നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യങ്ങളും വിഷമതകളും ഒക്കെ ഞങ്ങളോട് സംസാരിക്കൂ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. നിങ്ങളെ വഴി നടത്താൻ ഞങ്ങൾ സഹായിക്കുന്നതാണ്. ഇനിയും അടുത്ത സന്ദേശത്തിൽ നമ്മൾ കാണുന്നതുവരെ ദൈവം നമ്മളെ ഓരോരുത്തരെയും അവിടെ എവിടെയായി കാത്തു പരിപാലിക്കട്ടെ. ആമേൻ.